സാധാരണ അൺകോംപ്ലിക്കേറ്റഡ്, ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. പക്ഷെ സാധാരണ ഒരു വെരിക്കോസ് വെയിൻ 15 മിനിറ്റ് തുടങ്ങാം. വെറും 15 മിനിറ്റ് കൊണ്ട് സർജറി ഇല്ലാതെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് പരിഹരിച്ചു തരും. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആസ്റ്റർ മിംസിലാണ്, കോട്ടയ്ക്കൽ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൗസിനാണ്. കേരളത്തിൽ തന്നെ ഈ പ്രൊസീജിയർ ആദ്യമായിട്ട് നടത്തിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ നിലവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് സർജറി ഇല്ലാതെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ഈ ഒരു പ്രൊസീജിയറിലൂടെ പരിഹരിച്ചതും ഈ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഡോക്ടർ, എന്താണ് വെരിക്കോസ് വെയിൻ? പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വെരിക്കോസ് വെയിൻ പ്രശ്നം വന്നിട്ട് സർജറി അല്ലാതെ ഇനി രക്ഷയില്ലെന്ന്. എങ്ങനെയാണ് സർജറി ഇല്ല, ഒരിക്കലും സർജറി ചെയ്യാതെ തന്നെ അതൊരു പൂർണ്ണ പരിഹാരം ഡോക്ടർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇതിനെ പറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ടീമിനെ ഒന്ന് പരിചയപ്പെടും. ഡോക്ടർ മുസാഫർ, ഡോക്ടർ ഗഗൻ, ഡോക്ടർ സുഹൈൽ, ഡോക്ടർ ജനു, ഡോക്ടർ മുസ്തഫയും ഡോക്ടർ റോയും പുറത്താണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വെരിക്കോസ് വെയിൻ മുമ്പൊക്കെ, വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, തടിച്ച് ഇങ്ങനെ ചുരുണ്ടിട്ടുള്ള രക്തക്കൊഴലാണ്. അപ്പോൾ പലപ്പോഴും അത് ഒരു അഭംഗി എന്നുള്ളതിനേക്കാളും കൂടുതൽ മെഡിക്കൽ പ്രോബ്ലമാണ്. കാരണം ചില ആൾക്കാർക്ക് കാൽമ നീര് വരും, സ്കിന്ന് കേടാവും, ചൊറിച്ചിൽ വരും, പിന്നീട് അൾസർ വരാം, അതേപോലെ കുറേ നേരം നിൽക്കുമ്പോൾ കാലിൽ കടച്ചിൽ വരാം, അവരുടെ ജോലിനെ ബാധിക്കാം, ബ്ലീഡിങ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വെരിക്കോസ് വെയിൻ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ MBBS പഠിക്കുന്ന കാലത്തൊക്കെ മെയിനായിട്ട് അന്ന് സർജറി മാത്രമാണ്. അന്നത്തെ ഒരു സർജിക്കൽ ലിസ്റ്റിൽ എന്തായാലും വെരിക്കോസ് വെയിൻ്റെ സർജറി 2-3 സർജറി ഉണ്ടാവും. പക്ഷേ ഇന്ന് സർജറി അത്ര കോമൺ അല്ല, വളരെ അപൂർവമാണ് സർജറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത്, എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ വെരിക്കോസ് വെയിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് ചെറിയ ട്യൂബ് കടത്തിയിട്ട് ആ വെരിക്കോസ് വെയിൻ്റെ ഉള്ളിൽ പോയിട്ട് കൊടുക്കുന്ന ചികിത്സകൾക്കാണ് എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന, മുമ്പൊക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്തിരുന്നത് ലേസറാണ്. പിന്നെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്നുള്ള ഒരു ടെക്നിക്ക് വന്നു. രണ്ടിലും ചെയ്യുന്നത് നമ്മൾ ആ വെയിൻ ചൂടാക്കി കരിക്കുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഉള്ള ലേറ്റസ്റ്റ് ടെക്നിക്കാണ് വിനാസിൽ എന്ന് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ബോക്സ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് മെട്രോണിക് എന്ന കമ്പനിയുടെയാണ്. വേറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തത്തിലൊരു സിസ്റ്റമായിട്ട് US നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഓരോന്നും കാണിച്ചു തരാം. നമുക്ക് ഒരു ഡോപ്ലർ ഉണ്ടെങ്കിൽ, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊസീജിയർ തീർക്കാം. വലിയ എക്യുപ്മെൻ്റ് ഒന്നും വേണ്ട, എല്ലാ സാധനവും ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു ഏകദേശം 2018 മുതൽ നമ്മൾ ഈ 19 മുതൽ നമ്മൾ ഈ പ്രൊസീജിയർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് വിനാസിൽ എന്നാണ്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ ആണ്. ഗ്ലൂ തെറാപ്പി എന്ന് നമ്മൾ ചിലപ്പോൾ ചുരുക്കി പറയാറുണ്ട്, പക്ഷെ ബേസിക്കലി വിനാസിലാണ്. ബിക്കോസ് വേൾഡ് ഓവർ അവരുടെ കുത്തകയാണ്, നമുക്കൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാരണം? സാധാരണ ഇത് ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. അത് എങ്ങനെയാണ് ഡോക്ടർ ഇംപ്ലിമെന്റ് ചെയ്യാനൊരു കാരണം കാണുമല്ലോ? നമ്മളൊരു 2018 ഒരു കോൺഫറൻസിന് ഞാൻ US പോയിരുന്നു. അതൊരു ട്രാൻസ് കത്തീഡ്രൽ തെറാപ്യൂട്ടിക്സ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ്. അപ്പോൾ എൻ്റെ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ പേപ്പർ പ്രസൻറ്റേഷൻ കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഒരു വെരിക്കോസ് വെയിനിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻവിറ്റേഷൻ കിട്ടുന്നത്. അങ്ങനെ പോയിട്ടാണ് ഞാൻ ഈ വിനാസിലിന് ട്രെയിൻഡ് ആവുന്നത്. 2018 ഒരു നവംബർ മാസത്തിലാണ് ഈ ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നത് നാട്ടിൽ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ കണ്ടു. കാരണം വെച്ചാൽ ചൂടാക്കുന്നില്ല. നമ്മളിതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വെരിക്കോസ് വെയിൻ്റെ ട്യൂബിൻ്റെ ഇതിനുള്ളിലൂടെ പോയിട്ട് അവിടെ മരുന്ന് ചെറുതായിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് പശ വെച്ച് ഒട്ടിക്കണ മാതിരി, പേപ്പർ പശ വെച്ച് ഒട്ടിക്കൂലേ, അതേപോലെ വെയിൻ ഒട്ടിച്ച് തീർക്കാനേ ഉള്ളൂ. ചൂടാക്കലോ ഒന്നുമില്ല. അപ്പോൾ പുറത്തുള്ള സാധനത്തിന് ഒരു ഡാമേജോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്ത് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ചെയ്തൊരു പേഷ്യൻറ്റ്, ഞാൻ ഇതിനെപ്പറ്റി ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കാല് വേദനിക്കേണ്ടോ ചോദിച്ചു. സാറേ കാലല്ല വേദന, ഇവിടെ ഡ്രിപ്പ് ഇടാൻ കുത്തിയിട്ടുള്ള കയ്യാണ് വേദന. കാരണം വെച്ചാൽ അത്രക്കും പെയിൻ ഫ്രീ ആണ് കാലിലുള്ള പ്രൊസീജിയർ. കാണിക്കാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ നാട്ടിലെത്തിയിട്ട് ഈ പ്രൊസീജിയറിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റ് ഇവിടെ അവൈലബിൾ അല്ല, ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അങ്ങനെ 2019 മെയ് ജൂണിലാണ് ഇന്ത്യയിൽ വരുന്നത്. ആ സമയത്ത് ഓൾറെഡി ട്രെയിൻഡ് ആയതുകൊണ്ട് അവർ നമുക്ക് ഫസ്റ്റ് കേസ് നമുക്ക് കോട്ടക്കലിൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. പിന്നീട് അത് കൂടുതൽ നേരത്തെ ട്രെയിൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻ്റെ ഈ പ്രൊസീജിയർ, വിനാസിൽ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത് ആസ്റ്റർ മിംസ് കോട്ടക്കലാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ വേദനയില്ലാത്ത ഈ ഒരു പ്രൊസീജിയർ എത്ര സമയം വേണ്ടി? ഞാൻ തുടക്കത്തിൽ 15 മിനിറ്റ് എന്നാണ്. 15 മിനിറ്റ് കൊണ്ട് കഴിയും. സാധാരണ അൺകോംപ്ലിക്കേറ്റഡ്, ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. പക്ഷെ സാധാരണ ഒരു വെരിക്കോസ് വെയിൻ 15 മിനിറ്റ് തുടങ്ങാം. ഈ ബോക്സ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു ട്യൂബാണ്. കാണുന്നുണ്ടോ? ഈ ബ്ലൂ ട്യൂബ് എന്ന് പറഞ്ഞത് 2 ട്യൂബുകളാണ്. ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബും കൂടി ഉണ്ട്, ഒരു ഡയലേറ്റർ പോലെ. അത് ഇതിലൂടെ നമ്മൾ ഇഞ്ചക്ട് വെക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് കയറി പോകണതാണ്. ഇത് നമ്മൾ കാലിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് കടത്തിയിട്ട്
അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇത് ഉള്ളിലേക്ക് കടത്തുന്നത്. ഇതൊരു ട്യൂബ്, ഇതൊരു സിസ്റ്റം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു സിസ്റ്റം കൂടിയുണ്ട്. അത് ഈ വളരെ ചെറിയ ഒരു ട്യൂബാണ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പശ. ഇപ്പോൾ ഒരു പശ കാണുന്നില്ലേ, ഭയങ്കര തിക്കാണ്, വിസ്കസ് ആണ്. നമ്മളിങ്ങോട്ട് തിരിച്ചാലും അത് അങ്ങോട്ട് തിരിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും. അത്രക്കും തിക്കായിട്ടുള്ളൊരു പശയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് സാധനം. അപ്പോൾ നമ്മളിത് പശ ലോഡ് ചെയ്യാണ് സിറിഞ്ചിൽ. എടുത്തോളൂ. നമ്മളിതൊരു ഗണ്ണിലാണ് ഇത് ലോഡ് ചെയ്യണേ. നമ്മളത് ലോഡ് ചെയ്യണതാണ് ഈ കാണുന്നത്. ഗണ്ണ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതാണ്ടില്ലേ ഗണ്ണടിക്കുമ്പോൾ. പശ നമ്മൾ ഈ ഗണ്ണ് വെച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഈ ഗണ്ണിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈ കൊണ്ടാണ് ആ സിറിഞ്ച് ഇഞ്ചെക്റ്റ് ചെയ്യണതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതൽ കയറുകയും മറ്റേ സ്ഥലത്ത് കുറച്ച് വരികയും ചെയ്യും. ഗണ്ണാകുമ്പോൾ കറക്റ്റ് 0.1 ml മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഒരു പ്രസ്സിൽ അത്രേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഓരോ പ്രസ്സിലും എത്ര വരുന്നതെന്നുള്ളത് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഏകദേശം അറ്റത്തെത്താറായി. നമ്മളിതിവിടെ റെഡിയാക്കി വെച്ചു. ഓക്കെ, ഇനി നമ്മളുടെ ഈ ട്യൂബ് കാലിലിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ കാലിൽ ഒരു ചെറിയ ഒരു ഷീറ്റ് മാതിരി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ട്യൂബ് കാലിലേക്ക് കയറി ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ്ങിൽ ആ മെഷീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. മെഷീൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ട്യൂബ് കാണാം. ഇതിൽ ട്യൂബ് വരുന്നത് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഒരു ട്യൂബ് മേലെ കൂടി കടന്നു പോകുന്നുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, കാണാം. ഈ കാണുന്ന ഈ ഇതില്ലേ, ഈ ട്യൂബാണ്. കാണുന്നുണ്ടോ ഒരു ട്യൂബ് വരുന്നത്? കാണുന്നുണ്ടോ? ഇവിടെ ഒരു ട്യൂബ് വന്നില്ലേ? ഒന്ന് ഫ്ലഷ് ചെയ്തോളൂ. ഓക്കെ, ഓൾമോസ്റ്റ് ജംഗ്ഷനിലാണ്. ഓക്കെ, മറ്റേ ഇട്ടോളൂ. ഇനി നമ്മൾ നേരത്തെ ലോഡ് ചെയ്ത് വെച്ച മരുന്നുള്ള ട്യൂബ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഗോ. ഓക്കെ, ഹോൾഡ് ചെയ്യണേ. ഓക്കെ, നമ്മളിപ്പോൾ അത് ഇഞ്ചക്ഷൻ കൊടുത്തു. നമ്മളൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതൊന്ന് പശ ഒട്ടാൻ വേണ്ടി. 1 more. അതാണ് സിസ്റ്റം. ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ട് പുറത്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 15 മിനിറ്റിനുള്ളിൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഇന്ന് അഡ്മിറ്റായി ഇവിടെ കിടക്കണോ, അതോ എങ്ങനെയാണ് ഈ പ്രൊസീജിയറിന് വരുന്ന ഒരാൾ എങ്ങനെയാണ് ഇവിടെ കിടക്കണം, അങ്ങനെയൊക്കെയുള്ള ഒന്നുമില്ല. ഇപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ വന്നത് വൈകുന്നേരം 4 മണിക്കാണ്. നമ്മളിപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞ് വൈകുന്നേരം 8 മണി 9 മണിയാകുമ്പോൾ സാധാരണ പേഷ്യൻ്റ് പോകാം. 2-3 മണിക്കൂർ കൊണ്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ട്രെയിൻഡ് ആയത് US-ലാണ്. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻസ് പരമാവധി ഹോസ്പിറ്റലിനുള്ളിൽ കയറാതെ പ്രൊസീജിയർ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരവിടെ OP എന്നാണ് പ്രൊസീജിയർ തീർക്കണത്. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് പോലും ആവുന്നില്ല, OP-ൽ എത്തുന്നു, OP-ന്ന് സ്കാൻ ചെയ്യുന്നു, OP-ന്ന് തന്നെ പ്രൊസീജിയർ തീർക്കുന്നു, നടന്നു പോകുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഒരു 9 മണിക്ക് വരുന്നു വെച്ചാൽ രാവിലെ എത്ര മണിക്ക് പേഷ്യൻ്റ് പോകണം? നമ്മളത് തീർക്കാൻ നമുക്ക് വേറെ പണികളൊന്നുമില്ല എന്നാണെങ്കിൽ 11 മണിയാകുമ്പോൾ പോകാം. വീട്ടിൽ പോകാം. പിന്നെ റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റെസ്റ്റ് ഒന്നും വേണ്ട, എല്ലാം ചെയ്യാം, വർക്ക് ചെയ്യാം. ഇപ്പം പല പേഷ്യൻസും ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പേഷ്യൻറ്റ് വൈകുന്നേരം ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരത്തെ പ്രൊസീജിയർ കഴിഞ്ഞു, അന്ന് വൈകുന്നേരത്തുള്ള ഫ്ലൈറ്റിന് തിരിച്ചു പോയി.
അപ്പോൾ വേരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ധൈര്യപൂർവ്വം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മിംസ് കോട്ടക്കലാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസിനാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളവർക്ക് പൂർണ്ണ പരിഹാരം ഡോക്ടർ കണ്ടെത്തിയും സർജറിയെ പേടിക്കുന്നവർക്ക് എല്ലാവർക്കും പൂർണ്ണ പരിഹാരമുണ്ട്. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ വീഡിയോകൾ അല്ലെങ്കിൽ വലിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തും. മറക്കണ്ട, ജിൻഷാ ബഷീർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, ജിൻഷാ ബഷീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.